പരിച്ഛേദനം നമുക്കറിയാവുന്ന ഭാഷയിൽ നോക്കുകയാണെങ്കിൽ സുന്നത്ത് കല്യാണം ധാരാളം വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വിഷയമാണ്. അതിൽ പ്രധാനമായിട്ടുള്ള വിമർശനം ഇങ്ങനെയായിരുന്നു: ദൈവം ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടാണ് സൃഷ്ടിച്ചത് എങ്കിൽ ദൈവം പിന്നെ എന്തിനാണ് ആ ഒരു ചർമ്മം മുറിച്ച് കളയാൻ ആവശ്യപ്പെട്ടത് എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് അറിയേണ്ട കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു നടപടി പറഞ്ഞത്? മറ്റൊന്ന്, ഇതിനു മുമ്പും ഏതൊക്കെ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്? ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്കിന്ന് വ്യക്തമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എങ്കിലും വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ പരിച്ഛേദനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സുന്നത്ത് കർമ്മത്തെക്കുറിച്ചാണെന്ന് നമുക്ക് അറിയാം. ഇബ്രാഹിം നബിയിൽ നിന്ന് തുടങ്ങി ഈ രീതിക്ക് പിന്നിൽ ആത്മീയമായ ലക്ഷ്യങ്ങൾക്കപ്പുറം ഒരു വലിയ ആരോഗ്യപരമായ മെഡിക്കൽ യുക്തികളുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വ്യക്തി ശുചിത്വമാണ്. അത് നമുക്ക് നോക്കാം. സുന്നത്ത് ചെയ്യുന്നതിലൂടെ ലിംഗാഗ്രത്തിലെ അധിക ചർമ്മം നീക്കം ചെയ്യപ്പെടുന്നു. ഇത് അവിടെ ഉണ്ടാകുന്ന അഴുക്കുകളും ബാക്ടീരിയകളും അടിഞ്ഞുകൂടുന്നത് തടയുന്നു. വളരെ എളുപ്പത്തിൽ വൃത്തിയായി സൂക്ഷിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ അണുബാധ തടയലാണ്. അതായത് മൂത്രനാളിയിലെ അണുബാധ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത സുന്നത്ത് ചെയ്തവരിൽ വളരെ കുറവാണ് എന്ന് ആധുനിക ശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. STIs ലൈംഗികമായി പകരുന്ന ചില രോഗങ്ങളാണ്. HIV ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് HIV പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏകദേശം 60% വരെ കുറയ്ക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. മാരക രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, പുരുഷന്മാരിലെ ലിംഗാർബുദം, അതുപോലെ പങ്കാളിയിലെ ഗർഭാശയ ക്യാൻസർ എന്നിവയൊക്കെ തടയുന്നതിൽ പരിച്ഛേദനത്തിന് വലിയ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മീയമായിട്ടുള്ളൊരു യുക്തി നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ ഇത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ശീലങ്ങൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി തൻ്റെ 80-ാം വയസ്സിൽ പോലും പടച്ചവൻ്റെ കൽപ്പന അനുസരിച്ച് ഇത് ചെയ്തു എന്നത് ഈ കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ശാസ്ത്രം ഇത്ര വളരുന്നതിന് മുമ്പേ ഇബ്രാഹിം നബിയിലൂടെ ഇത്തരമൊരു കാര്യം കൽപ്പിക്കപ്പെട്ടത് മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും ശുചിത്വവും മുൻനിർത്തിയാണ്. ഇത് വലിയൊരു നന്മ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചോദ്യം: ദൈവം മനുഷ്യനെ പൂർണ്ണമായിട്ടല്ലേ സൃഷ്ടിച്ചത്? പിന്നെ എന്തിനാണ് മുറിക്കുന്നത്? എങ്കിൽ പിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുറിച്ചിട്ട് അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നു? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ശരിക്കും തല പോയിക്കുന്ന ഒരു ചോദ്യമാണിത് പലർക്കും. ദൈവം എല്ലാം തികഞ്ഞവനല്ലേ, പിന്നെന്തിനാണ് ഈ പണി ബാക്കി വെച്ചത് എന്നുള്ള ഈ ചോദ്യം ആർക്കും തോന്നിപ്പോകുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇതിന് വിശ്വാസപരവും യുക്തിപരവുമായിട്ട് നൽകുന്ന ചില മറുപടികൾ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണത എന്നാൽ രൂപത്തിലല്ല ലക്ഷ്യത്തിലാണ് എന്നതാണ് ഒന്നാമത്തത്. മനുഷ്യൻ ജനിക്കുമ്പോൾ നഖവും മുടിയും വളരുന്നുണ്ട്. നമ്മളത് മുറിച്ച് മാറ്റാറുമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ഡൈനാമിക്, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതത്തിലാണ്. പരിച്ഛേദനം എന്നത് മനുഷ്യൻ്റെ ശാരീരികമായ പൂർണ്ണതയ്ക്കല്ല, മറിച്ച് ശുചിത്വപരമായിട്ടുള്ള പൂർണ്ണതയ്ക്ക് ഒരു മാർഗമായിട്ടാണ് മതം കാണുന്നത്. കർമ്മവും പ്രതിഫലവും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ദൈവം തന്നെ നേരിട്ട് ചെയ്താൽ പിന്നെ മനുഷ്യന് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനുണ്ടാകില്ലല്ലോ. ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ ഉത്തരവാദിത്തമായി മാറ്റിവെച്ചിരിക്കുകയാണ്. അവന് പടച്ചവനോടുള്ള അനുസരണയും അച്ചടക്കവും പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മുറിച്ചു മാറ്റാത്ത അവസ്ഥയിൽ ജനിക്കുന്ന കുട്ടിക്ക് ആ കർമ്മത്തിലൂടെ മാതാപിതാക്കൾ ഒരു പുണ്യം നേടുന്നു എന്ന തലം കൂടി ഇത് കാണിക്കുന്നുണ്ട്. പ്രകൃതിയും സംസ്കരണവും. നമ്മൾ നെല്ല് കൊയ്യുന്നു, പക്ഷേ അത് അരിയായി സംസ്കരിച്ച ശേഷമാണ് കഴിക്കുന്നത്. ദൈവം നെല്ല് തരുന്നു, മനുഷ്യൻ അത് പരുവപ്പെടുത്തുന്നു. അതുപോലെ ശരീരത്തെ കൂടുതൽ ശുദ്ധമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക എന്ന ദൗത്യം മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ സുന്നത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. തിരിച്ചറിയൽ അടയാളം. ചരിത്രപരമായി നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ അനുയായികളെ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയാനുള്ള ഒരു ശാരീരിക മുദ്ര കൂടിയായിരുന്നു ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് ഉറപ്പിക്കുന്ന ഒരു അടയാളം. തമാശ കലർന്ന ഒരു യുക്തി നമുക്ക് നോക്കാം. നമ്മൾ ജനിക്കുമ്പോൾ താടിയും മീശയും ഇല്ലാതെയാണ് വരുന്നത്, പക്ഷേ വളരുമ്പോൾ അത് വളരുന്നുണ്ട്. നമ്മളത് ട്രിം ചെയ്യുകയോ വടിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത് സൃഷ്ടിയുടെ ഒരു പോരായ്മയല്ല, മറിച്ച് ആ വളർച്ചയെ എങ്ങനെ പരിപാലിക്കുന്നു എന്നതാണ് മനുഷ്യൻ്റെ ചോയ്സ്. ദൈവമെല്ലാം സെറ്റ് ചെയ്ത് തന്നിരുന്നുവെങ്കിൽ നമുക്ക് ഈ സുന്നത്ത് കല്യാണവും ബിരിയാണിയൊക്കെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടി കൂട്ടിയോ. ഇനി നമുക്ക് നോക്കാം, ഇത് കാരണമായിട്ടുണ്ടാകുന്ന കുറച്ച് മെഡിക്കൽ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്നുകൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അണുബാധകൾ കുറയ്ക്കുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. ലിംഗാഗ്രത്തിലെ ചർമ്മത്തിനടിയിൽ സ്മെഗ്മ എന്ന ദ്രാവകം അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ഇത് കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ ബാക്ടീരിയകൾ വളരാനും ദുർഗന്ധമുണ്ടാക്കാനും കാരണമാകും. സുന്നത്ത് ചെയ്തവരിൽ ഈ ഭാഗം എളുപ്പത്തിൽ വൃത്തിയാക്കാൻ സാധിക്കുന്നത് കൊണ്ട് അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്.
ലൈംഗിക രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് സുന്നത്ത് ചെയ്ത പുരുഷന്മാർക്ക് HIV, HPV തുടങ്ങിയ ലൈംഗിക രോഗങ്ങൾ പകരാനുള്ള സാധ്യത കുറവാണെന്നാണ്. ചർമ്മത്തിൻ്റെ ആ പ്രത്യേക ഭാഗം നീക്കം ചെയ്യുന്നത് വൈറസുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയെ ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു. ക്യാൻസർ പ്രതിരോധം. പുരുഷന്മാരിലെ ലിംഗാർബുദം വരാനുള്ള സാധ്യത സുന്നത്ത് ചെയ്തവരിൽ താരതമ്യേന വളരെ കുറവാണ് എന്നും കാണാൻ സാധിക്കും. ഈ പങ്കാളി സുന്നത്ത് ചെയ്ത പുരുഷന്മാരുടെ പങ്കാളിയായ സ്ത്രീകൾക്ക് ഗർഭാശയ ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം മേൽപ്പറഞ്ഞ HPV വൈറസിൻ്റെ വ്യാപനം കുറയുന്നത് കൊണ്ടാണ്. 4. കുട്ടികളിലെ മൂത്രനാളി അണുബാധ. ചെറുപ്പത്തിൽ തന്നെ സുന്നത്ത് ചെയ്യുന്നത് ആൺകുട്ടികളിൽ കണ്ടുവരുന്ന മൂത്രനാളിയിലെ അണുബാധ തടയാൻ സഹായിക്കുന്നുണ്ട്. കുട്ടിക്കാലത്തുണ്ടാകുന്ന കഠിനമായ അണുബാധകൾ ഭാവിയിൽ വൃക്കരോഗങ്ങൾക്ക് വരെ കാരണമായേക്കാമെന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിയൊരു ഗുണമായിട്ട് കാണുന്നത്. ഫൈമോസിസ്. ചിലരിൽ ലിംഗാഗ്രത്തിലെ ചർമ്മം പിന്നിലേക്ക് നീക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഫൈമോസിസ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇത് വേദനയ്ക്കും മൂത്ര തടസ്സത്തിനും കാരണമാകും. സുന്നത്ത് ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. ഇതൊക്കെ മെഡിക്കൽ ഗുണങ്ങളാണെങ്കിലും കൃത്യമായ ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാവുന്നതാണ്. എങ്കിലും ശാസ്ത്രീയമായി നോക്കുമ്പോൾ സുന്നത്ത് ചെയ്ത ശരീരത്തിന് പ്രതിരോധശേഷി കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പഴയ കാലത്തെ ഈ ആചാരത്തിന് പിന്നിൽ എത്ര വലിയ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഏതൊക്കെ ആചാരങ്ങളിലായിരുന്നു ഈ ഒരു സുന്നത്ത് കർമ്മം നിലവിലുണ്ടായിരുന്നതെന്ന് നോക്കാം. സുന്നത്ത് അഥവാ പരിച്ഛേദനം എന്നത് ഇസ്ലാം മതത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല. ലോകചരിത്രത്തിൽ ഇതിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കങ്ങളുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചരിത്രപരമായി തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം ഇതിനുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ആരൊക്കെ പിന്തുടർന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പുരാതന ഈജിപ്റ്റ്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം അനുസരിച്ച് ഏറ്റവും പുരാതനമായ പരിച്ഛേദന രീതികൾ നിലനിന്നിരുന്നത് പുരാതനമായിട്ടുള്ള ഈജിപ്തിലാണ്. BC 2400കളിലെ മമ്മി പരിശോധനകളിൽ നിന്നും ശവകുടീരങ്ങളിലെ ചിത്രങ്ങളിൽ നിന്നും ഇത് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അന്ന് ശുചിത്വത്തിൻ്റെയും വരേണ്യവർഗത്തിൻ്റെ അടയാളമാണ് ഇതൊന്നും കണക്കാക്കപ്പെട്ടിരുന്നത്. ഇനി ജൂതമതം. ഇബ്രാഹിം നബിയുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് ജൂതന്മാർ ഇതിനെ കാണുന്നത് ജൂതമതത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമായിട്ടാണ്. കുട്ടി ജനിച്ച് 8ാം ദിവസം തന്നെ ഇത് ചെയ്യണമെന്നാണ് അവരുടെ നിയമം. ഇതിനെ അവർ ബ്രിത് മില്ല എന്ന് വിളിക്കുന്നു. ക്രൈസ്തവ മതത്തിൻ്റെ തുടക്കകാലത്ത് ഇത് നിലനിന്നിരുന്നു. ബൈബിളിൽ പുതിയ നിയമം അനുസരിച്ച് യേശുക്രിസ്തുവും പരിച്ഛേദനം ചെയ്യപ്പെട്ടിരുന്നു. ലൂക്കോസ് 2:21. എന്നാൽ പിൽക്കാലത്ത് വിശുദ്ധ പൗലോസ് നേതൃത്വത്തിൽ നിന്ന് ഇത് നിർബന്ധിത ആചാരമല്ലാതായി മാറി. എങ്കിലും ഇന്നും എത്യോപ്യൻ ഓർത്തഡോക്സ് കോപ്റ്റിക് പള്ളികൾ പോലുള്ള ചില പുരാതന വിഭാഗങ്ങൾ ഇത് പിന്തുടരുന്നുണ്ട്. പല ആഫ്രിക്കൻ ഗോത്രങ്ങളിലും ഇതൊരു പരിവർത്തന ചടങ്ങാണ്. ഒരു ആൺകുട്ടി കുട്ടിക്കാലത്ത് നിന്ന് പുരുഷത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടയാളമായി അവർ ഇതിനെ കാണുന്നുണ്ട്. മസായി ഗോത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾക്കിടയിൽ സമാനമായ ആചാരങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്നതായിട്ട് ഗോത്ര നിയമങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ന് മതപരമായിട്ടുള്ള കാരണങ്ങളല്ലാതെ തന്നെ അമേരിക്ക, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ സുന്നത്ത് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പല ഭാഗങ്ങളിൽ, പല കാലഘട്ടങ്ങളിൽ, പല സംസ്കാരങ്ങൾ പരിച്ഛേദനം പിന്തുടർന്നിട്ടുണ്ട്. മിക്കയിടത്തും ഇത് ശുചിത്വത്തിൻ്റെയോ മുതിർന്നവനാകുന്നതിൻ്റെയോ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ഭാഗമാകുന്നതിൻ്റെയോ അടയാളമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യം ഇവിടെ ഉണ്ട്. സ്ത്രീകൾക്ക് ഇത് നിർബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണിത്. അതും കൂടെ നമുക്ക് ഇതിലൊന്ന് നോക്കാം. ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീകൾക്ക് ഇത് ഒരിടത്തും നിർബന്ധമില്ല. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. നമുക്കിതിൻ്റെ വിശദ വിവരങ്ങൾ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പുരുഷന്മാർക്ക് സുന്നത്ത് എന്നത് പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണെങ്കിൽ സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള ഒരു നിർബന്ധിത നിയമം മതത്തിൽ ഇല്ല. ഭൂരിഭാഗം ഇസ്ലാമിക പണ്ഡിതന്മാരും ഇത് സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത ഒന്നാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള വശം. പുരുഷന്മാരിലെ പരിച്ഛേദനം നേരത്തെ പറഞ്ഞതുപോലെ പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്നുണ്ടെങ്കിലും സ്ത്രീകളിൽ ഇത്തരമൊരു പ്രവൃത്തിക്ക് യാതൊരുവിധ ആരോഗ്യ ഗുണങ്ങളും ഇല്ലെന്ന് മാത്രമല്ല ഇത് വളരെ അപകടകരവുമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. FGM ഇതൊരു സാമൂഹ്യ വിപത്താണ്. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയിലെ ചില ചെറിയ വിഭാഗങ്ങൾക്കിടയിലും ഇത് നിലനിൽക്കുന്നുണ്ട്. ഇതിനെ സ്ത്രീ ജനനേന്ദ്രിയ വികലമാക്കൽ എന്നാണ്, അതായത് FGM എന്നാണ് ലോകാരോഗ്യ സംഘടനയായിട്ടുള്ള WHO വിളിക്കുന്നത്. ഇതിന് മതപരമായ അടിസ്ഥാനം ഒന്നും തന്നെയില്ല. മറിച്ച് ചില ഗോത്രവർഗ്ഗങ്ങൾ, ആചാരങ്ങളും തെറ്റായ സാമൂഹിക ധാരണകളുമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുകയും കഠിനമായ വേദന, അണുബാധ, പ്രസവ സംബന്ധമായിട്ടുള്ള സങ്കീർണതകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യാവകാശം. ഇന്ന് ലോകമെമ്പാടുമുള്ള FGMന് എതിരെ ശക്തമായ നിയമങ്ങളുണ്ട്. ഇന്ന് ലോകമെമ്പാടും സ്ത്രീ സുന്നത്ത് എന്ന ഈ ഒരു വിഷയത്തിന് എതിരെ ശക്തമായ നിയമങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളുമൊക്കെ ഇതൊരു കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത്. സ്ത്രീകളുടെ ശാരീരികമായ ഖണ്ഡതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമായി ഇത് കണക്കാക്കപ്പെടുന്നു. സാരം: സുന്നത്ത് അഥവാ പരിച്ഛേദന എന്നത് പുരുഷന്മാർക്ക് മാത്രം ബാധകരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു രീതിയാണ്. സ്ത്രീകൾക്ക് ഇത് നിർബന്ധമില്ലെന്ന് മാത്രമല്ല, അവരിത് ചെയ്യുന്നത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു തെറ്റായ ആചാരം കൂടിയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് അല്ല. ഇനി ഈ ഒരു സുന്നത്ത് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് കാരണമായിട്ട്, ഇപ്പോൾ പുരുഷന്മാർക്ക് ഈ ഒരു സുന്നത്ത് കർമ്മം ചെയ്യുന്നത് കാരണമായിട്ട് അവർക്ക് ലൈംഗികമായിട്ടുള്ള അവരുടെ ലൈംഗിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആസ്വാദനം കുറയുമോ എന്നൊക്കെയുള്ള ചോദ്യം വളരെ പ്രശസ്തമാണ്. അവർക്ക് സ്ത്രീകളെ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയമുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ലൈംഗിക അവയവം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലിംഗമല്ല എന്നാദ്യം മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലൈംഗിക അവയവം എന്നാദ്യം മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറിലുള്ള ചിന്തകളും തലച്ചോറിൻ്റെ അവസ്ഥയും ഒക്കെ കണക്കാക്കിയിരിക്കും ആ വ്യക്തിക്ക് ലൈംഗികതയിൽ അനുഭവിക്കാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു വലിയ ചർച്ചാ വിഷയമാണെങ്കിലും വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് സുന്നത്ത് ചെയ്യുന്നത് പുരുഷന്മാരുടെ ലൈംഗിക ശേഷിയെയോ ആസ്വാദനത്തെയോ ദോഷകരമായി ബാധിക്കില്ല എന്നാണ്. ഇതിനെക്കുറിച്ച് പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. ലൈംഗിക സംവേദനക്ഷമത. സുന്നത്ത് ചെയ്യുമ്പോൾ ലിംഗാഗ്രത്തിലെ ചർമ്മം നീക്കം ചെയ്യപ്പെടുന്നു. ഇത് ആ ഭാഗത്തെ സംവേദനക്ഷമത നേരിയ തോതിൽ കുറയ്ക്കാൻ കാരണമായേക്കാം എന്ന് ചിലർ വാദിക്കാറുണ്ട്. എന്നാൽ ഇത് ലൈംഗിക സുഖം ഇല്ലാതാക്കുന്ന ഒന്നല്ല, മറിച്ച് കൂടുതൽ നേരം ബന്ധത്തിൽ ഏർപ്പെടാൻ ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, സ്ത്രീയുടെ തൃപ്തി. സ്ത്രീയുടെ തൃപ്തി എന്നത് പുരുഷൻ്റെ സുന്നത്ത് ചെയ്തോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരിയായി രണ്ടുപേർക്കും ഇടയിലുള്ള മാനസികമായ അടുപ്പം മുൻകൂട്ടി നടത്തുന്ന പ്രണയലീലകൾ, അതായത് ഫോർപ്ലേ, ശരിയായ വിനിമയം എന്നിവയൊക്കെയാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. സുന്നത്ത് ചെയ്ത പുരുഷന്മാരുടെ പങ്കാളിക്ക് സംതൃപ്തി കുറവുള്ളതായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നും ഇന്നുവരെ തെളിയിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് ശുചിത്വവും ആത്മവിശ്വാസവുമാണ്. മുൻപ് പറഞ്ഞതുപോലെ സുന്നത്ത് ചെയ്തവരിൽ അണുബാധകളും ദുർഗന്ധവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന് കൂടുതൽ ആത്മവിശ്വാസം നൽകാനും പങ്കാളിക്ക് അത് കൂടുതൽ ശുചിത്വമുള്ള അനുഭവം ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘടനകൾ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സുന്നത്ത് ചെയ്തവരും ചെയ്യാത്തവരും തമ്മിൽ ലൈംഗിക സംതൃപ്തിയിലോ സുഖത്തിലോ കാര്യമായ വ്യത്യാസമില്ല എന്നാണ്. ലളിതമായി പറയുകയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ പരാജയം എന്നത് മിക്കപ്പോഴും മാനസികമായ സമ്മർദ്ദം, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശരിയായ അറിവില്ലായ്മ എന്നിവ മൂലമുണ്ടാകുന്നതാണ്. അല്ലാതെ സുന്നത്ത് ചെയ്യുന്നത് കൊണ്ടോ സുന്നത്ത് ചെയ്യാത്തത് കൊണ്ട് പങ്കാളി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നതുകൊണ്ടോ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്ന് നമുക്കിതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങൾ കൂടി ഒന്ന് നോക്കാം. ലൈംഗികത എന്നത് കേവലം ശാരീരികം മാത്രമല്ല, അത് വലിയൊരു പരിധിവരെ നമ്മുടെ മനസ്സിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. സുന്നത്ത് കർമ്മവും ലൈംഗികതയും തമ്മിലുള്ള ബന്ധത്തിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില ഘടകങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, ആത്മവിശ്വാസവും ശരീരപ്രകൃതിയും. ഒരു പുരുഷൻ തൻ്റെ ശരീരം വൃത്തിയുള്ളതാണെന്നും ആരോഗ്യകരമാണെന്നും വിശ്വസിക്കുമ്പോൾ അയാൾക്ക് പങ്കാളിയുമായി അടുത്തിടപഴകാൻ കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുന്നു എന്നുള്ളതാണ്. സുന്നത്ത് നൽകുന്ന ശുചിത്വബോധം പലരിലും ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് മനഃശാസ്ത്രപരമായിട്ട് ഈ ആത്മീയവിശ്വാസം മികച്ച രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഉത്കണ്ഠ ഒഴിവാക്കൽ. സുന്നത്ത് ചെയ്യാത്തവരിൽ ചിലപ്പോൾ ചർമ്മം പിന്നിലേക്ക് മാറാത്ത അവസ്ഥയോ അത് കാരണം ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാകുമോ എന്ന ഭയമോ ഉണ്ടാകാം. ഇത്തരം ശാരീരിക ബുദ്ധിമുട്ടുകൾ പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാക്കാൻ കാരണമാകും. സുന്നത്ത് ചെയ്യുന്നതിലൂടെ ഇത്തരം ശാരീരിക തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നത് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നതായിട്ട് കാണുന്നു. പങ്കാളികളുടെ മനഃശാസ്ത്രം. പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ശുചിത്വമുള്ള ഒരു ബന്ധം എന്നത് മാനസികമായി വലിയൊരു സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അണുബാധകളോ ദുർഗന്ധമോ ഉണ്ടാകില്ലെന്ന ഉറപ്പ് പങ്കാളികൾക്കിടയിലെ മാനസികമായ അടുപ്പവും താല്പര്യവും വർദ്ധിപ്പിക്കുന്നു. പ്ലാസിബോ ഇഫക്റ്റും വിശ്വാസവും. ചില സംസ്കാരങ്ങളിൽ സുന്നത്ത് എന്നത് പുരുഷത്വത്തിൻ്റെ പൂർണ്ണതയുടെ അടയാളമായിട്ടാണ് കാണുന്നത്. ഇത്തരം വിശ്വാസമുള്ള ഒരാൾ സുന്നത്ത് ചെയ്യുമ്പോൾ താൻ ശാരീരികമായും ആത്മീയമായും തയ്യാറായെന്ന ഒരു പോസിറ്റീവ് ചിന്ത അയാളിൽ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. ഈ പോസിറ്റീവ് എനർജി അയാളുടെ ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പരാജയപ്പെടുന്നത് സത്യത്തിൽ എപ്പോഴാണ്?
ലൈംഗിക ബന്ധത്തിൽ ഒരാൾ പരാജയപ്പെടുന്നത് ഈ കർമ്മം കൊണ്ടല്ല, മറിച്ച് താഴെ പറയുന്ന ചില കാരണങ്ങൾ കൊണ്ടാണ്. 1. അമിതമായിട്ടുള്ള ഉത്കണ്ഠയും പേടിയും. പങ്കാളിയുമായി നല്ല രീതിക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥകൾ. ഉദാഹരണത്തിന് ഫോൺ വീഡിയോകൾ നൽകുന്ന തെറ്റായ ധാരണകൾ, അതിൽ വിശ്വസിക്കുന്നതാണ്. ചുരുക്കത്തിൽ, സുന്നത്ത് ചെയ്യുന്നത് കാരണം ഒരു പുരുഷൻ്റെ കഴിവ് കുറയുന്നില്ല. ശുചിത്വത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും അത് ബന്ധങ്ങളെ കൂടുതൽ ആരോഗ്യകരമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ രേഖപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറും. നമുക്ക് ചർച്ചകൾ കമൻറ്റ് ബോക്സിൽ വീണ്ടും ആരംഭിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വളരെ ടയേർഡാണ്, നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്. കാണുന്നവർ അതൊക്കെ ഒന്ന് പൊരുത്തപ്പെടുക. അടുത്ത തവണ നമുക്ക് മനോഹരമായി തന്നെ ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. നന്ദി.